കർത്താവിനാൽ അനുഗ്രഹീതമായ ഈ നല്ല നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ പാദപീഠത്തിൽ താല്പര്യത്തോടെ വാഞ്ചയോടെ കടന്നു വരികയും അവസരങ്ങൾ ലഭിച്ച ആ വേളകളിൽ ദൈവത്തെ ആരാധിക്കുവാൻ അതിനുവേണ്ടി ആരാധിച്ച എല്ലാ ദൈവമക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു പകലൂടെ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഒരു പുതിയ മാസം കൂടെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രദാനം ചെയ്തു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരു മാസക്കാലം മുഴുവനും യഹോവയുടെ ദയ നമ്മെ താങ്ങി. ദൈവമായ കർത്താവ് അത്ഭുതകരമായി അതിശയകരമായി നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ദൈവം പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മോട് ഒരുമിച്ചായിരുന്ന പല പ്രിയ സഹോദരങ്ങളും വിദേശത്തോടുള്ള യാത്രയോടുള്ള ബന്ധത്തിൽ, ജോലിയോടുള്ള ബന്ധത്തിലൊക്കെ ആയിരിക്കുന്നു. പലരും കടന്നു പോകുവാനിടയായി. അവരുടെ യാത്രകളൊക്കെ ദൈവ സാന്നിധ്യം കർത്താവ് പകർന്നുകൊണ്ടിരിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ശാരീരിക പ്രയാസങ്ങളും വേദനകളിലും കഷ്ടങ്ങളിലുമായി ഭവനങ്ങളിലും ഹോസ്പിറ്റലിലായിരിക്കുന്ന പല പ്രിയപ്പെട്ടവർ ഈ പകലും നമുക്കുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവരുടെ ആശ്വാസത്തിന് വേണ്ടി ദൈവത്തോട് യാചിക്കുവാനും ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ കൂട്ടായ്മകൾ കഴിഞ്ഞ ആഴ്ചയിലും നമുക്ക് ദൈവം നൽകുവാനിടയായി. അതിലൊക്കെയും കടന്നു വരുവാനും സംബന്ധിപ്പാനും ഉത്സാഹം കഴിച്ച എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും പോഷിപ്പാനും ഒക്കെ ലഭിച്ചതായ അവസരങ്ങളും ദിവസങ്ങളും വേണ്ടതുപോലെ വിനിയോഗിച്ച എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പരസ്പരം ഓർക്കുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടയായി. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ, ക്രിസ്തീയ ജീവിതത്തിലെ ബലവും ആത്മീക ആരോഗ്യം എന്ന് പറയുന്നത്. അത് നഷ്ടമാക്കി കളയാതെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ സ്നേഹിച്ചു സേവിച്ച് നമ്മുടെ പ്രവാസകാലം എല്ലാ നിലയിലും ഭയത്തോടെ കഴിക്കുവാൻ സർവശക്തനായ ദൈവം എല്ലാവരുടെ മേലും കൃപ ധാരാളമായി ചൊരിയട്ടെ എന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ വിലപ്പെട്ട കർത്തൃദാസന്മാർക്കും കടന്നു വന്നിരിക്കുന്ന എല്ലാ വാത്സല്യ മാതാപിതാക്കൾക്കും ഏവർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രത്യേക വന്ദനം ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് വേഗത്തിൽ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. വളരെ മനോഹരമായ ഒരു സങ്കീർത്തനം കർത്താവ് നമുക്കായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ചില നിമിഷങ്ങൾ അതിൽ കൂടെ ദൈവം നമ്മോട് സംസാരിപ്പാൻ വളരെ പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിൽ നമുക്കായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഈ സങ്കീർത്തനത്തിന്റെ ആരംഭവാചകം ഹല്ലേലൂയ വാക്യം നമ്മുടെ ചിന്തയ്ക്കായി നമുക്ക് ഇന്ന് പകൽക്കാലം വായിക്കാം. 64 സങ്കീർത്തനത്തിന്റെ 1 വാക്യം ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. ദൈവമേ, എന്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ. ശത്രുഭയത്തിൽ നിന്ന് എന്റെ ജീവനെ പാലിക്കണമേ. ദൈവസന്നിധിയിലെ ഒരു പ്രാർത്ഥനയാണ് നമുക്കിവിടെ ശ്രദ്ധിക്കുവാനായി കഴിഞ്ഞത്. ഭക്തനായ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഞാൻ വലിയൊരു സങ്കടത്തില്ല, ഞാൻ വലിയൊരു പ്രയാസത്തില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സങ്കടത്തിന്റെ നടുവിൽ താൻ ചെയ്യുന്ന കാര്യം പലപ്പോഴും നമുക്ക് ചെയ്യാൻ പലപ്പോഴും കഴിയാറില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ താൻ പറയുന്നു, അല്ലെ യഹോവേ, എന്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ. സങ്കടത്തിൽ മൗനമായിരിക്കുകയല്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സങ്കടത്തിന്റെ ആധിക്യത്തിന്റെ നടുവിൽ, വേദനയുടെ ആധിക്യത്തിന്റെ നടുവിൽ, രോഗങ്ങളോ ഭാരങ്ങളോ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത സങ്കടമായി തീരുമ്പോൾ അവിടൊക്കെ മൗനം പാലിക്കുവാൻ, അവിടൊക്കെ മൗനമായിരിക്കാൻ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ നടുവിലും ഇവിടെ ഭക്തനായ സങ്കീർത്തനക്കാരൻ പറയുന്നത്, എന്റെ സങ്കടത്തിന്റെ നടുവിൽ ഞാൻ നിന്നോട് നിലവിളിക്കുകയാ, എന്റെ അപേക്ഷ ഞാൻ നിന്റെ മുൻപാകെ അറിയിക്കുകയാ. കർത്താവേ, എന്നെ കേൾക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഒരു ജീവിക്കുന്ന ദൈവപൈതലിന്റെ ഒരു വലിയ ലക്ഷണമെന്ന് പറയുന്നത്, സങ്കടങ്ങൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ അവൻ ദൈവത്തോട് അപേക്ഷിക്കുന്നവനായി മാറുകയാണ്. ദൈവത്തിന് സ്തോത്രം. സങ്കടം പ്രാർത്ഥിക്കുന്നവന് വരികയില്ലെന്നുള്ളതല്ല, ആരാധിക്കുന്നവനും ദൈവത്തെ ഭയപ്പെടുന്നവനും ജീവിതത്തിൽ ഒരു വ്യാധിയും ഒരാകുലതയും വരികയില്ല എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അതൊക്കെ ജീവിതത്തിൽ സംഭവിക്കാം, അതൊക്കെ വരാം. എന്നാൽ അതിന്റെ നടുവിലും അല്ലെങ്കിൽ ഭക്തന് ദൈവത്തോട് പറയാനുള്ള ആ ഒരു വലിയ ദൈവിക ബന്ധമെന്ന് പറയുന്നത്, എന്റെ സങ്കടത്തിന്റെ നടുവിൽ കർത്താവെ, ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം
അങ്ങനെ ചെയ്യുന്ന എത്ര ദൈവമക്കളുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര വലിയ ഭാരം വരുമ്പോഴും, എത്ര വലിയ പ്രയാസം വരുമ്പോഴും ഹല്ലേലൂയ നമ്മുടെ ഭവനത്തിലൊന്ന് മുഴങ്കാൽ മടക്കി, നമ്മുടെ ഭവനത്തിലൊന്ന് കരങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട്, ഒരുപക്ഷെ ആരും അറിഞ്ഞില്ലെങ്കിലും ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട്, കർത്താവേ എനിക്ക് ഇന്ന ഭാരമുണ്ട്, എനിക്കിന്ന വേദനയുണ്ടെന്ന് ദൈവസന്നിധിയിൽ പറയുന്ന വേളകളിൽ നമ്മുടെ പ്രാർത്ഥന കേട്ട്, നമ്മുടെ യാചന കേട്ട്, നമ്മുടെ കണ്ണുനീരിന് മറുപടിയുമായി ഇറങ്ങി വരുന്നൊരു ദൈവത്തെ അനുഭവിച്ച ദൈവമക്കളെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നിന്റെ അനുഭവങ്ങളിൽ പിന്നെയും ദൈവത്തിൽ ആശ്രയിപ്പാനുള്ള ഒരു ധൈര്യം നമുക്ക് നൽകുന്നത്, ഒരു വലിയ പ്രോത്സാഹനം നൽകുന്നത്, ഇന്നലകളിൽ ദൈവത്തോട് നിലവിളിച്ചു, ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു, ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി എന്നുള്ളതാണ്. 34-ാം സങ്കീർത്തനത്തിൽ 2 ഭാഗങ്ങളിലായി സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, എന്റെ സകല കഷ്ടങ്ങൾ തന്നെ വിടുവിച്ചു. വീണ്ടും ആ വാക്യങ്ങൾ താഴേക്ക് വരുമ്പോൾ, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, അവരുടെ സകല കഷ്ടങ്ങൾ ദൈവം അവരെ വിടുവിച്ചു. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നിലവിളിക്കുന്ന ദൈവവൈദ്യന്റെ കഷ്ടതകൾ കാണുക മാത്രമല്ല, അതിന് ആശ്വാസങ്ങൾ തന്ന്, അതിന് വിടുതൽ തന്ന് നമ്മെ മാനിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ഈ പകൽക്കാലം സങ്കടത്തിന്റെ നടുവിലാ ഞാനൊന്ന് ഹല്ലേലൂയ മനസ്സിലാക്കുന്ന ദൈവമക്കളെ, ചെയ്യാനൊരൊറ്റ പരിഹാരമേ ഉള്ളൂ. അതിന്റെ നടുവിലും നീ ദൈവത്തോട് തുറന്നു പറയണം, ദൈവത്തോട് അപേക്ഷ കഴിക്കണം, ദൈവത്തോട് നിന്റെ കാര്യങ്ങൾ പറയണം. ഒരുപക്ഷെ ആരും അറിഞ്ഞില്ലെന്ന് വരും, ആരെയും അറിയിച്ചില്ലെന്ന് വരും, ആരും അത് മനസ്സിലാക്കിയില്ലെന്ന് വരും. പക്ഷേ നിന്റെ ഹൃദയത്തിൻ്റെതായ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന സങ്കടത്തിന്റെ ആ ആധിക്യ നിമിത്തം ഉയർന്നു വരുന്നതായ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കയില്ല. സങ്കീർത്തനത്തിൽ ഹല്ലേലൂയ തിരുവചനത്തില് പുതിയ നിയമത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ആത്മാവ് താനും ഉച്ചരിച്ചുകൂടാ ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നെങ്കിൽ നമ്മുടെ ഞരക്കം ദൈവത്തിന് മറവല്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം ശബ്ദം ഉയർത്തി നിലവിളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, കിടക്കയിൽ കിടന്നുകൊണ്ടോ ഭവനത്തിലായിരുന്നു കൊണ്ടോ ഹല്ലേലൂയ നാം ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഏകാന്തതയുടെ നടുവിലായിരിക്കുമ്പോഴും നിലവിളിക്കുവാൻ തയ്യാറാണെങ്കിൽ നമ്മെ സഹായിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ഇങ്ങനെ താൻ ഈ സങ്കടത്തിൽ നിലവിളിക്കാൻ അപേക്ഷിക്കാൻ ഒരു കാരണം അതിന്റെ അടുത്ത വാചകത്തിൽ പറയുന്നുണ്ട്: ശത്രു ഭയത്തിൽ നിന്ന് എന്റെ ജീവനെ പാലിക്കണമേ. ഹല്ലേലൂയ. തന്നെ വേട്ടയാടുന്ന ഒരു വലിയ ഭയം. ഹല്ലേലൂയ. ഈ പകൽക്കാലത്തെ അല്പസമയത്തെ എന്റെ ചിന്ത ആ ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ആ കർത്താവിൽ നിയോഗമുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ ഭയമാണ് ശത്രുഭയം. ഇവിടെ സങ്കീർത്തനക്കാരൻ സങ്കടപ്പെടുന്നത് ആ ശത്രു ഭയം കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. തനിക്ക് ഒരു എതിരാളി, തനിക്കൊരു വൈരി, ഹല്ലേലൂയ, തന്റെ ജീവിതത്തില് എതിരായി നിൽക്കുന്ന ഒരു ശത്രുവിനെ താൻ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അതൊരു തോന്നലല്ല. ദൈവത്തിന് സ്തോത്രം. വളരെ വ്യക്തമായി താൻ കണ്ടുകൊണ്ട് പറയുകയാണ്: കർത്താവേ, ആ ശത്രു ഭയത്തിൽ നിന്ന് എന്നെ തകർത്തു കളയുമോ എന്ന ഭയമായിരിക്കാം, എന്നെ ഇല്ലായ്മ ചെയ്യുമോ എന്നുള്ള ഭയമായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത നിമിഷങ്ങൾ ഈ ശത്രുവിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെയായി പോകും എന്നുള്ളതായ ഒരു ഭയമായിരിക്കാം തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഈ വചനം ഞാൻ സംസാരിക്കുമ്പോൾ ദൈവമക്കളെ, ഇതിന് തുല്യമായി ആ നിലയിൽ ഭയപ്പെടുന്ന ചിലരെങ്കിലും ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. ശത്രുവിനെ ഭയപ്പെടുന്ന, അതൊരു മനുഷ്യനായിരിക്കാം, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റേതായ വേഷത്തിൽ കടന്നു വരുന്ന ഒരു പ്രത്യേക അനുഭവമായിരിക്കാം. ഇന്ന് പകൽക്കാലം ശത്രുക്കളായിട്ട് ഈ ഭൂമിയിൽ ദൈവം ആരെയും സൃഷ്ടിച്ചിട്ടില്ല. എന്നാൽ മനുഷ്യൻ ശത്രുക്കളായി മാറുകയാണ്. ദൈവവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യന്റെ ശത്രുക്കൾ. ഒരു ഉദാഹരണമാണ് പറയുന്നത്, അവന്റെ വീട്ടുകാർ. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ വീട്ടുകാർ ശത്രുക്കളായി എന്നിരിക്കാം, അല്ലെ നാട്ടുകാർ ശത്രുക്കളായി എന്നിരിക്കാം, അയൽക്കാർ ശത്രുക്കളായി എന്നിരിക്കാം, അല്ലെങ്കിൽ നമ്മോട് ഒരുമിച്ച് ജോലി ചെയ്യുന്നവർ ഒരു പക്ഷേ ശത്രുക്കളായി എന്നിരിക്കാം. അവരെല്ലാം ശത്രുക്കളെന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു പക്ഷേ അവരായെന്നിരിക്കാം. പിശാച് അവരെ കരങ്ങൾ എടുത്തെന്നിരിക്കാം. അതിന്റെയൊക്കെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത്, അല്ലെ, നീ ദൈവത്തെ സ്വസ്ഥതയോടെ വിളിക്കരുത്, ദൈവത്തെ ആരാധിക്കരുത്. 2 ദിവസം സന്തോഷിച്ചാൽ 3-ാമത്തെ ദിവസം നീ മൗനമായിരിക്കണം എന്നുള്ളതാണ് പിശാചിന്റെ ആഗ്രഹം, ശത്രുവിന്റെ ആഗ്രഹം. അതിന് ഏത് തരത്തിലും ഒരു സ്വസ്ഥത കേട് വരുത്താൻ ഏത് രീതിയിൽ പ്രവർത്തിക്കാമോ അത് മനസ്സിലാക്കി ആ ശത്രു എഴുന്നേൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു: കർത്താവേ, ശത്രു ഭയത്തിൽ നിന്ന് എന്റെ ജീവനെ രക്ഷിക്കണമേ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഇസ്രായേലിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ശത്രുക്കൾ ഇസ്രായേലിനെതിരെ എഴുന്നേറ്റിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവരുടേതായ ഇടയിലുള്ള ആളുകൾ
ആളുകൾ എഴുന്നേറ്റിട്ടുണ്ട്. അവർക്ക് വിരോധമായി ഹല്ലേലൂയ ആളുകൾ കൂട്ടം കൂടിയിട്ടുണ്ട്. മിദ്യാന്യരും അമാലിയക്കരും കിഴക്കേ ദേശക്കാരും, മൂന്ന് സ്വഭാവമുള്ളവര്, 3 പ്രത്യേകതകളുള്ളവര്. എന്നാൽ ഇസ്രായേലിനെ തകർക്കാൻ ഒരിക്കലും ചേരാത്ത ഇവര് 3 കൂടെ അങ്ങ് യോജിപ്പാനിടയായി, ഇവര് 3 കൂടെ അങ്ങ് ചേരാനിടയായി. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തോടുള്ള ബന്ധത്തിൽ നിത്യ ശത്രുക്കളായിരുന്ന ഹേരോദാവും പീലാത്തോസും തമ്മിൽ അവരും അങ്ങ് സഖ്യത കൂടാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ പലപ്പോഴും ചിന്തിക്കുക, അവർ തമ്മിലുള്ളതായ ആ ഒരു വൈരാഗ്യം മാറാൻ, അവർ തമ്മിലുള്ളതായ ആ ഒരു പ്രതികൂലത മാറാനായിട്ട് എന്റെ യേശുവിന്റെ മരണം അതിനത് അനിവാര്യമായിരുന്നെങ്കിൽ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരു ദൈവവൈതലിനെ തകർക്കാൻ ശത്രു ഒരുമിച്ച് കൂട്ടം കൂടാറുണ്ട്. അവർ തമ്മിൽ ഐക്യത ാറുണ്ട്, അവർ തമ്മിൽ യോജിക്കാറുണ്ട്. ആശയത്തിൽ ഒരുപക്ഷെ വൈദിധ്യമുണ്ടെങ്കിലും, ആശയത്തിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിലും, ഹല്ലേലൂയ, അവരുടെ ലക്ഷ്യത്തിനോടുള്ള ബന്ധത്തിൽ അവരൊക്കെ ഒരുമിച്ച് കൈകോർക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒത്തിരി സമയങ്ങൾ ഇസ്രായേലിന്റെ ജീവിതത്തിൽ ഉണ്ടായി. നമുക്ക് ഏറ്റവും വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു സംഭവമാണല്ലോ 1 ശമൂവേൽ പുസ്തകം 17-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. മല്ലനായ ഗോലിയാത്ത് ഇസ്രായേൽ നിരകളെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ വെല്ലുവിളിയുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ ശത്രുവിനെ ഭയന്ന് പുറകോട്ട് മാറുന്ന ഒരു ശൗലിനെ അവിടെ കാണുന്നതാണ്. ഒരു കാലത്ത് ദൈവം തെരഞ്ഞെടുത്തവൻ, ദൈവം അഭിഷേകം ചെയ്തവൻ, ദൈവകൃപ പ്രാപിച്ചവൻ. ഹല്ലേലൂയ. ഒരുപക്ഷെ ഇന്ന് അന്നത്തെ അഭിഷേകമില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ ശത്രുവിന്റെ വെല്ലുവിളി കേൾക്കുമ്പോൾ, ശത്രു എഴുന്നേൽക്കുന്നെന്ന് മനസ്സിലാക്കിയപ്പോൾ, അവന്റേതായ വലിപ്പം, അവന്റേതായ ആ പുറമേയുള്ളതായ ആ പ്രകൃതി അവൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, അവന്റെ വെല്ലുവിളിയുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ ഓരോ പ്രാവശ്യവും രാവിലെയും മുമ്പോട്ട് വൈകിട്ടും മുമ്പോട്ട് കടന്നു വന്ന് 40 ദിവസമായി അവൻ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുക. ആ വെല്ലുവിളിയുടെ മുമ്പിൽ അവർ ഭയന്ന് അവർ പുറകോട്ട് മാറുകയാണ്. ഒരു നിമിഷം ആ വേറെ ഭാഗം നമുക്ക് പരിചിതമാണെങ്കിലും നമുക്കൊന്ന് ഹല്ലേലൂയ ശ്രദ്ധിക്കാം. ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകം അതിന്റെ 17-ാമത്തെ അധ്യായത്തിലേക്ക് വേഗത്തിൽ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ 15-ാമത്തെ വാക്യം ദൈവസന്നിധിയിൽ ഒന്ന് വായിക്കാം. ഇനി അതിന്റെ 11-ാമത്തെ വാക്യം കൂടെ. ഹല്ലേലൂയ. ശൗലും ഇസ്രായേലൊക്കെ ഇപ്പൊ ഭയന്ന് പുറകോട്ട് മാറിയതിന്റെ കാരണം എന്താ? ശത്രു ഭയം. ദൈവത്തിന് സ്തോത്രം. ശത്രു മുമ്പിൽ നിൽക്കുകയാ. ഞാൻ പറഞ്ഞല്ലോ, അതൊരു തോന്നലല്ല. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ മനസ്സിൽ വന്നതായ ഒരു ചിന്തയല്ല. മുമ്പിൽ കണ്ടുകൊണ്ട് ശത്രുവിനെ കാണുന്നുണ്ട്, അവന്റെ നിലവിളി കേൾക്കുന്നുണ്ട്. 1 മാസത്തിലപ്പുറമായി അവിടെ വായിച്ചല്ലോ അതിന്റെ ഹല്ലേലൂയ തൊട്ട് താഴെയുള്ളതായ വാക്യത്തിൽ 40 ദിവസം മുടങ്ങാതെ വന്ന് 1.5 മാസം ഏറെക്കുറെ ആകുന്നു. 1.5 മാസമായി രാവിലെയും വൈകിട്ടും മുടങ്ങാതെ ഈ വെല്ലുവിളി, ഈ നിലവിളി, ഹല്ലേലൂയ, ഈ ഒരു വാക്കുകൾ ദാവീദ് കേട്ടുകൊണ്ടിരിക്കുക. പക്ഷേ അതിനോടൊന്ന് മറുപടി പറയാൻ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അതിനെ ഒന്ന് എതിരിടാനായി ആർക്കും കഴിയാതിരിക്കുമ്പോൾ നമ്മൾ 11-ാമത്തെ വാക്യത്തിൽ വായിച്ചു, മല്ലന്റെ നിലവിളിയുടെ മുമ്പിൽ, മല്ലന്റെ വാക്കിന്റെ മുമ്പിൽ അവർ ഭയപ്പെട്ട് പുറകോട്ട് മാറുകയാ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ ശൗലിനോട് ചോദിക്കാം, ശൗലേ, നീ ദൈവത്തിന്റെ ദാസനല്ലേ? ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ചവനല്ലേ? ഒരു കാലത്ത് ശത്രുവിനെ ഭയപ്പെടാതെ തകർത്ത് മുന്നേറിയ ചരിത്രം നിന്റെ ജീവിതത്തിലില്ലേ? പിന്നെ എന്തുകൊണ്ട് ഇന്ന് നീ ഭയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അവന് പറയാനുള്ളതായ ഒരു മറുപടി ഒരു പക്ഷേ വ്യക്തമായി പറയാൻ അവന് കഴിയുകയില്ലെങ്കിലും വേദപുസ്തക പഠിതാവെന്നുള്ള നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ, വേദപുസ്തക വാക്യങ്ങളുടേതായ വെളിച്ചത്തിൽ മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. യഹോവ അവനെ അഭിഷേകം ചെയ്ത ഒരു കാലയളവിൽ അവന്റെ മേൽ ഒരു അഭിഷേകം നിന്നിരുന്നു. അഭിഷേകം നിന്നിരുന്ന കാലയളവിൽ അന്നും ശത്രുവുണ്ട്, ഇന്നും ശത്രുവുണ്ട്, അന്നും വെല്ലുവിളിയുണ്ട്, ഇന്നും വെല്ലുവിളിയുണ്ട്. എന്നാൽ അന്നത്തെ വെല്ലുവിളിയുടെ മുമ്പിൽ ഭയക്കാതെ നിന്നതിന്റെ കാര്യമെന്ന് ചോദിച്ചാൽ അന്നത്തെ അഭിഷേകം അവനെ ഭയപ്പെടുത്തുന്ന അഭിഷേകമല്ല. ആ അഭിഷേകം ഏത് വെല്ലുവിളിയെയും ധൈര്യത്തോടെ ഏറ്റെടുക്കുന്ന അഭിഷേകമാണ്. അതുകൊണ്ട് അവൻ പരാജയപ്പെടാതിരുന്നത്. ഇന്ന് അഭിഷേകം കുറഞ്ഞു, അഭിഷേകം നഷ്ടപ്പെട്ടു പോയി. ദൈവം അയച്ച ആത്മാവ് അവനെ വിട്ടുമാറി ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ശത്രുവിനോട് തോൽക്കുവാനിടയായി.
ഭയപ്പെടാനിടയായി, ശത്രുവിന്റെ വാക്കിനെ ഭയപ്പെടാനിടയായി. സങ്കീർത്തനക്കാരൻ പറഞ്ഞ വാക്യം മറക്കരുത്, ശത്രു ഭയത്തിൽ നിന്ന് എന്റെ ജീവനെ പാലിക്കണമേ. ഇന്ന് പകൽക്കാലം ശത്രുവിനെ നീ ഭയപ്പെടുന്നെങ്കിൽ ഓർത്തുകൊള്ളണം, എവിടെയോ ഒരു അഭിഷേകത്തിന്റെ കുറവ് സംഭവിച്ചിട്ടുണ്ട്, അല്ല ആരാധനയിൽ എവിടെയോ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നാളുകൾ ദൈവം നിന്റെ മേൽ പകർന്നതായ ആ ഒരു തീയുടെ അഭിഷേകത്തിന്റെ ശക്തി എവിടെയോ കുറഞ്ഞിട്ടുണ്ട്. അതാണ് കഴിഞ്ഞ നാളുകളിൽ നിന്നെ ഭയപ്പെട്ടിരുന്ന ശത്രുവിനെ ഇന്ന് നീ ഭയപ്പെടുന്നത്. ആരാധിക്കുന്നവനെ ശത്രുവിന് ഭയമാ, ആരാധിക്കുന്ന ദൈവവൈതലിനെ ശത്രുവിന് പേടിയാ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ആത്മനിറവിൽ വിശ്വസ്തയോടെ ആത്മനിറവിൽ ആരാധിക്കുന്നവനെ ശത്രുവിന് എക്കാലത്തും ഭയമാ. ഒരു കാലത്ത് നമ്മെ ഭയപ്പെട്ടിരുന്ന ശത്രുവിനെ ഇന്ന് നാം ഭയപ്പെടുന്നതിന്റെ കാരണം നമ്മുടെ അഭിഷേകം കുറഞ്ഞത് കൊണ്ടാണ്. ഞാൻ അത്രയും പറഞ്ഞ് ആ വാക്ക് അവിടെ അവസാനിപ്പിക്കുക. പ്രിയരെ, ഈ പകൽക്കാലം അല്ലെ ശത്രുവിനെ ഭയക്കുന്ന ആരെങ്കിലും എന്നെ ഇന്ന് പകൽ ശ്രദ്ധിക്കുന്നെങ്കിൽ അതൊരു വ്യക്തിയായിരിക്കാം, ഒരു പൈശാചിക വ്യാപാരമായിരിക്കാം, അതെന്തുമായിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. അതിനെ നീ ഭയക്കാനല്ല ദൈവം നിന്നെ വിളിച്ചു വാർതിരിച്ചത്, അത് നിന്നെ ഭയക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ശത്രുവിനെ ഭയന്ന് അല്ലെ ആ നിലയിൽ വേദനയോടെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ, ഒരു പക്ഷേ നിനക്കെതിരെ നീ ആയിരിക്കുന്നതായ ഭവനത്തിലോ അതിന്റെ ചുറ്റുപാടുകളിലോ ദേശത്തോ നീ തൊഴിൽ ചെയ്യുന്നതായ മേഖലകളിലോ അല്ലെ ഒരു ശത്രു നിനക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായി അല്ലെ കൈമലർത്തി നിൽക്കുവാൻ അല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നീ ദൈവത്തോട് നിലവിളിക്കാൻ തയ്യാറാകുക. ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യാനായിട്ടിടയായിത്തീരുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ ഭയം ശത്രുവിന്റെ ഭയം. ദൈവത്തിന് സ്തോത്രം. അതിന്മേൽ ജയമെടുത്ത ദൈവമക്കൾ ഒത്തിരി ഇതിനകത്തുണ്ട്. പലരുടെയും അനുഭവങ്ങൾ കഴിഞ്ഞ നാളുകൾ കേൾക്കുവാൻ ദൈവം എനിക്കിടയായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്നും ഹല്ലേലൂയ ഭാരപ്പെടേണ്ട, ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ അനുഭവത്തിലൂടെ അത് നമ്മുടെ ജീവിതത്തിൽ തെളിയിച്ച കർത്താവ് ഇന്നും ജീവിക്കുന്നു. ആ കർത്താവിന്റെ ശക്തി കുറഞ്ഞിട്ടില്ല. ആ കർത്താവിനെ അവിശ്വസിക്കല്ലേ. ആ കർത്താവ് ഹല്ലേലൂയ ഇന്ന് പ്രവർത്തിക്കുന്നില്ലല്ലോ എന്നോർത്ത് അല്ലെ ദൈവത്തിൻ്റെതായ പ്രവൃത്തിയുടെ സ്വാതന്ത്ര്യം നീ ആയിട്ട് നിന്റെ ഭവനത്തിൽ നഷ്ടമാക്കരുത്, നിന്റെ ജീവിതത്തിൽ നഷ്ടമാക്കരുത്. അല്ലെ ദൈവത്തിനൊന്ന് അവസരം വിട്ടുകൊടുത്തേ, അവസരം ദൈവത്തിനൊന്ന് ഒരുക്കിക്കൊടുത്തേ, കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഒന്നാമത്തെ ഭയം ഹല്ലേലൂയ ശത്രു ഭയം. രണ്ടാമത്തെ ഭയം മരണഭയം. ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തിന്റെ വാക്യത്തെളിവോടുകൂടിയാണ് ഞാനിത് ഓർപ്പിക്കുന്നത്. ഒന്നാമത്തെ ഭയം ഇവിടെ നമ്മൾ വായിച്ചു ചിന്തിച്ചു, ശത്രു ഭയത്തിൽ നിന്ന് എന്റെ ജീവനെ പാലിക്കണമേ. രണ്ടാമത്തെ ഭയം എന്ന് പറയുന്നത് മരണഭയം. എബ്രായ ലേഖനത്തിലേക്ക് വരാൻ 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം അല്ലെ 14ഉം 15ഉം വാക്യങ്ങൾ നമുക്ക് ദൈവസന്നിധി വായിക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് മരണഭീതിയിൽ അടിമകളായിരുന്നവരെ അവൻ വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ കാൽവറി മരണം എന്ന് പറയുന്നത് മരണഭയത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. എന്താ മരണഭയം എന്ന് പറയുന്നത്? അത് 2 നിലകളിലാണ് മരണഭയമുള്ളത്. ഒന്ന് ഹല്ലേലൂയ മരിക്കുവാനുള്ളതായ ഭയം. ഹല്ലേലൂയ. ഇനി മറ്റൊന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മളെ ഭയപ്പെടുത്തുന്ന ആ ഒരു മരണത്തിന്റെ ചിന്ത. ദൈവത്തിന് സ്തോത്രം. ചിലർക്ക് മരിക്കാൻ ഹല്ലേലൂയ ഭയമാ. എത്ര ശാരീരിക പ്രയാസങ്ങളിൽ, കഷ്ടതകളിൽ, പരസഹായമില്ലാതെ ഒന്ന് ചലിക്കാൻ കഴിയാതെ കിടക്കുന്ന ആളുകൾ, ശരീരത്തിൽ അവയവങ്ങൾക്കൊരുപക്ഷെ കേടുപിടിച്ച് അത് മറ്റുള്ള നിലയിലുള്ള ആക്രമണത്തിന് വിധേയമായി ശബ്ദത്തിന് മാത്രം അല്പം കുറവില്ലാതെ അല്ലെങ്കിൽ അല്പം സംസാരിക്കാൻ മാത്രം ശേഷിയുണ്ട്, ശരീരഭാഗങ്ങൾ ചലിക്കുന്നില്ല. അങ്ങനെ കിടക്കുന്ന ഒരാളോട് ചോദിക്കുമ്പോഴും അവരും പറയുന്നത് എനിക്ക് മരിക്കാൻ ഭയമാണ്. ചില ആളുകൾ സന്തോഷത്തോടെ അതിനെ സ്വാഗതം ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. എന്നാൽ പല പ്രിയപ്പെട്ടവരും അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകൾക്ക് മരിക്കാൻ ഭയമാണ്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഇപ്പോൾ ഈ കാലയളവിൽ പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു കൗൺസിലിംഗ് ശാഖയുണ്ട്. മരണത്തിനു വേണ്ടി മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു
പ്രത്യേക ഒരു സാങ്കേതിക വിദ്യ. മരണത്തിനു വേണ്ടി ആ മരണത്തെ കാത്തു കഴിയുക. എന്നാൽ അവരിൽ വല്ലാത്ത അസ്വസ്ഥതയും വല്ലാത്തതായ ഒരു പരിഭ്രാന്തിയും അവരുടെ ജീവിതത്തിൽ വല്ലാതെ നിഴലിച്ച് അവർ ആ നിലയിൽ അസ്വസ്ഥരായിരിക്കുമ്പോൾ മരിക്കാനായി സമാധാനത്തോടെ മരിക്കുവാനായിട്ടുള്ള ഒരു പീസ്ഫുൾ ഡെത്തിനു വേണ്ടി, ഒരു സമാധാനപരമായ ഒരു മരണത്തിനു വേണ്ടി അവരെ ഒരുക്കുന്ന നിലയിലുള്ള ശാരീരിക മാനസികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു പ്രത്യേക ശാഖ അല്ലെ കൗൺസിലിംഗ് വിഭാഗക്കാര് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവവൈതലേ, അവിടെ പറയുന്ന മരിക്കാനുള്ള ഭയമല്ല ഹല്ലേലൂയ ഇവിടെ കാണുന്നത്. കൂടെ കൂടെ നമ്മെ അലട്ടുന്ന ആ ഒരു ചിന്ത, രാത്രിയിൽ ഉറങ്ങുമ്പോഴാണെങ്കിലും ഒറ്റയ്ക്കിരിക്കുന്ന സമയത്താണെങ്കിലും പെട്ടെന്നൊരു ചിന്ത മനസ്സിലേക്ക് കയറി വരികയാണ്. ഹല്ലേലൂയ, മരണപ്പെട്ടു പോകുമെന്നൊരു ചിന്ത. രാത്രിയിൽ നന്നായി വിശ്രമിപ്പാൻ കഴിയുന്നില്ല. ഉറങ്ങുന്ന അവസരത്തിൽ ഹല്ലേലൂയ എന്തോ ഒരു അന്ധകാര ശക്തി കടന്നു വന്ന് കൊല്ലുന്നത് പോലുള്ളതൊരു ഭയം. ഹല്ലേലൂയ, ആ നിലയിൽ വല്ലാതെ നമ്മെ ഹല്ലേലൂയ പിടിച്ച് അമർത്തുന്ന നിലയിലുള്ളതായ ഒരു ഭയം. ദൈവത്തിന് സ്തോത്രം. പലരും രാത്രിയിൽ ഒരുപക്ഷെ പകലൊക്കെ ഏകാന്തതയുടെ നടുവിലൊക്കെ ആയിരിക്കുമ്പോൾ പലർക്കും ഭയം ആ നിലയിൽ നേരിടാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചില സ്ഥലങ്ങളിലേക്ക് പോകാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ, ഒറ്റയ്ക്ക് ഇരിക്കുവാനായി കഴിയുന്നില്ല. ചില പ്രത്യേക സമയങ്ങളിൽ ചില പ്രത്യേക ഇടങ്ങളിലൊക്കെ അങ്ങനെ പോകാനോ നിൽക്കുവാനോ അവിടെ ചില നിമിഷങ്ങളായിരിക്കാനോ കഴിയാതെ ആ നിലയിൽ ഭയപ്പെടുന്നതായ ചില അനുഭവങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പറയുന്നത് ഈ മരണഭയത്തിൽ നിന്ന് വിടുവിക്കുവാനാ ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. അങ്ങനെ മരണഭയം ഉണ്ടെന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ ഞാൻ പരിചയപ്പെടുത്താം. ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. അതിന്റെ 15-ാമത്തെ അധ്യായം 32-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. അവിടെ മരണഭയം വേട്ടയാടുന്ന ഒരു മനുഷ്യനെ നമുക്കവിടെ കാണുവാനായി കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ആഗാഗ് പറയുകയാണ് മരണഭീതി എന്ത് ചെയ്തു? നീങ്ങിപ്പോയി. ഹല്ലേലൂയ, ആ മനുഷ്യൻ വാസ്തവത്തിൽ ഒരു അമാലേക്ക രാജാവാണെന്നുള്ളത് നമുക്കറിയാം. അമാലേക്കരെ മുഴുവനും നശിപ്പിച്ചു കളയണമെന്നുള്ള ദൈവപ്രമാണത്തിന്റെ മുമ്പിൽ അവരെ പ്രമാണം തെറ്റിച്ച് പിടിച്ചുകൊണ്ട് വന്നവരുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഈ ആഗാഗ്. എന്നാൽ ആ ആഗാഗിനെ അവന്റെ മരണഭയം നീങ്ങിപ്പോയി എന്ന് പറഞ്ഞെങ്കിലും അവനെ മരണത്തിനു വേണ്ടി ഏൽപ്പിച്ച ചരിത്രം ആ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. ആ മരണഭയം എന്ന വിഷയത്തിന് ഒരു തെളിവ് എന്നുള്ള നിലയിൽ ഞാൻ ആ വേദഭാഗം വായിച്ചു എന്നുള്ളത് ഉള്ളൂ. ഈ പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മരണഭയം വേട്ടയാടുന്ന ഏതെങ്കിലും ദൈവമക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, അതിന് പ്രായം ഒരു വിഷയമല്ല. ഹല്ലേലൂയ, വീട്ടിൽ എല്ലാവരും ഉള്ള അവസരങ്ങളിൽ അങ്ങനെ ഒരു ഭാരമില്ല. എന്നാൽ ഒറ്റയ്ക്ക് ഹല്ലേലൂയ ഭവനത്തിലായിരിക്കുമ്പോൾ ഒരുപക്ഷെ ചില മുറിയിലേക്ക് കയറുമ്പോൾ ചില സമയങ്ങളിൽ ഒക്കെ ആ നിലകളിൽ ഭീതിപ്പെടുത്തുന്ന ആ ഒരു പോര്, ആ ഒരു അന്ധകാര ശക്തിയുടെ ആ ഒരു അനുഭവം നമ്മെ വല്ലാതെ ഈ നിലയിൽ വേട്ടയാടുന്നെങ്കിൽ ഈ പകൽക്കാലത്തെ ആരാധനയിൽ ഈ വചനപ്രകാരം എബ്രായർ 2:13-14-15 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിച്ചു. ക്രിസ്തു തന്റെ മരണത്താൽ ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ അവൻ വിടുവിച്ചെങ്കിൽ കാൽവറിയിൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് നമ്മുടെ മരണഭയം മാറ്റാൻ വേണ്ടിയാ. ആ നിലയിൽ ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളെ ആ മരണഭയം മാറുന്നതായ ഹല്ലേലൂയ വേട്ടയാടുന്ന ഒരു അസ്വസ്ഥതയുണ്ടെങ്കിൽ ഇന്ന് പകൽ ഈ വചനത്താൽ ആ ഒരു വിടുതൽ ഏറ്റെടുക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ മരണഭയം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ, നമ്മുടെ കുടുംബാന്തരീക്ഷത്തെ, നമ്മെ വേട്ടയാടുന്ന ആ സാഹചര്യങ്ങളെ വിട്ടുമാറുവാൻ യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് കൽപ്പിക്കുവാനും ആ വിടുതൽ ഏറ്റെടുക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ നാം പാർക്കുന്ന സ്വന്തം ഭവനമാണ്. ചില ഇടങ്ങളിൽ ഹല്ലേലൂയ ചില വീട് വാടകയ്ക്കൊക്കെ എടുത്ത് നമ്മളിങ്ങനെ അവിടെ താമസം ആരംഭിച്ച് വീട് വാടകയ്ക്ക് കൊടുക്കണമെന്ന് ഒരാൾ ആഗ്രഹിക്കുമ്പോൾ ഇതാരേലും വന്നൊന്ന് എടുത്താൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ പ്രീ ഹിസ്റ്ററി ഒന്നും ആരും സാധാരണ പറയാറില്ല. അങ്ങനെ നമുക്കൊരു അത്യാവശ്യം വന്നപ്പോൾ നമ്മളൊരു വീട് പോയി വാടകയ്ക്ക് കണ്ടു, അതിൻ്റെ എഗ്രിമെൻ്റ് എഴുതി അവിടെ നമ്മൾ താമസമായി. ഒരാഴ്ച കഴിഞ്ഞ് അയൽവക്കക്കാരുമായിട്ടൊക്കെ ഒന്ന് അല്ലെങ്കിൽ സംസാരിച്ചപ്പോൾ അയൽവക്കക്കാരൊക്കെ വല്ലാതെ നമ്മളെ നോക്കുന്നൊക്കെ കണ്ടപ്പോൾ എന്തോ ഒരു പന്തികേടുണ്ടെന്ന് തോന്നി. നമ്മൾ
നമ്മൾ സ്നേഹത്തിലൂടെ അവരോട് ചോദിച്ചു, എന്നാ നിങ്ങൾ വല്ലാതെ നോക്കുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ ചോദിച്ചു, എങ്ങനെയുണ്ട് പുതിയ താമസം? നമ്മൾ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ഹല്ലേലൂയ. ഒരു കുഴപ്പവുമില്ലയോ? ഒരു കുഴപ്പവുമില്ല. 2-3 പ്രാവശ്യം അടുപ്പിച്ച് ചോദിച്ചപ്പോൾ ഹല്ലേലൂയ കുഴപ്പം പതുക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാനൊരു ആഗ്രഹം, എന്താ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പോൾ അവർ പറയുന്നത്, ഹല്ലേലൂയ, ഇപ്പൊ ഈ 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഇവിടെ 5ാമത്തെ താമസക്കാരാ. അപ്പോൾ നമ്മുടെ ആദി കൂടി, വേദന കൂടി. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഹല്ലേലൂയ, ചില പ്രത്യേക സമയത്ത് അതുവഴി എന്തോ ഒരു വരത്തുപോക്കുണ്ട്, വലിയൊരു അലർച്ചയും ബഹളവും ഒക്കെ കേട്ടു. ഹല്ലേലൂയ. നമ്മളും പതുക്കെ ഹല്ലേലൂയ സങ്കല്പിച്ചത് കേൾക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്തോ ഞെക്കുന്നത് പോലുള്ള അനുഭവം. ഹല്ലേലൂയ. ഇപ്പം മരിക്കുമെന്നൊരു ചിന്ത, അല്ലെ നിപ്പ് താഴെ വീഴുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ തൊണ്ടയിലെ ശ്വാസമൊക്കെ പോകുന്ന പോലെ, അല്ലെ സംസാരിപ്പാൻ കഴിയാതെ നാക്ക് താണെന്ന് പോകുന്ന പോലുള്ള അനുഭവം. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഇതിന്റെ ഭാഗമാണ്. മരണഭയം വേട്ടയാടുന്നതിന്റെ ഭാഗമാണ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഹല്ലേലൂയ, നാം ഏത് ഭവനത്തിൽ പാർത്താലും, ഏത് ദേശത്ത് പാർത്താലും, നാം ആരാണെന്നും നമ്മെ വിളിച്ചവൻ ആരാണെന്നും നമ്മുടെ മേലുള്ള അഭിഷേകം എന്താണെന്നും നമ്മൾ നന്നായി മനസ്സിലാക്കണം. നമുക്കറിയാമല്ലോ, നമ്മുടെ തിരുവല്ല പട്ടണത്തെ വർഷങ്ങൾക്ക് മുമ്പ് പിടിച്ചു കുലുക്കിയ വലിയൊരു കൂട്ടക്കൊല നടന്നൊരു ഭവനമുണ്ട്. ഇന്ന് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഇപ്പോഴത്തെ സ്ഥിതി എനിക്കറിയുകയില്ല, ഇന്നിപ്പോൾ അത് GFIയുടെ കയ്യിലായിരിക്കുന്നത്. റെനി കരിക്കൻവില്ല ആ കൊലക്കേസിൽ ആ ഒരു ഭവനത്തില് ആ ഒരു ഹീനകൃത്യം നടന്നതായ ഒരു വീട് ആരും വിലയ്ക്ക് വാങ്ങാതിരുന്നപ്പോൾ ഞാൻ കേട്ടതായ വാർത്തയാണ്. ഒരു പക്ഷേ ആധികാരികമായി അല്ലെ തിരുവല്ല നിവാസികളായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ അറിയാം. അത് വാങ്ങുവാൻ പലരും മുന്നോട്ട് കടന്നു വന്നു. സംഭവം ഇതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആരും മുന്നോട്ട് വന്നില്ല. എന്നാൽ ഹല്ലേലൂയ, ഇന്ന് ആ ബിലീവേഴ്സ് ചർച്ചിന്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആ പ്രിയ വ്യക്തി അതിനുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലെ ഇത് ദൈവം തമ്പുരാൻ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണെന്ന് പറഞ്ഞ് അദ്ദേഹം അത് ഏറ്റെടുത്തു. സുവിശേഷകന്മാരെ കൊണ്ട് അവിടെ താമസിപ്പിച്ചു. അവരുടെ ഓഫീസ് പല രീതിയിൽ അത് ഉപയോഗിച്ചു. അവിടെ ആർക്കും ഒരു ദോഷവും വന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ദൈവ പൈതലേ, നാം ആരാണെന്നും നമ്മുടെ മേലുള്ള അഭിഷേകം എന്താണെന്നും നാം മനസ്സിലാക്കുമ്പോൾ, ഹല്ലേലൂയ, ആ ലോകത്തിന്റെ ശക്തിയേക്കാൾ പഴയ നിയമത്തിൽ നാം കാണുന്നത് അവരോടുകൂടെ ഉള്ളവനേക്കാൾ ബലവാനായ ഒരുത്തൻ എന്റെ കൂടെ ഉള്ളത് കൊണ്ട് അവരുടെ കൂടെ മാംസഭുജങ്ങളേ ഉള്ളൂ, എന്റെ കൂടെ ഹല്ലേലൂയ അഗ്നിമയമായ അനുഭവങ്ങളുള്ള തേജസ്സുള്ള ഒരു കർത്താവ്, അവന്റെ ദൂതന്മാർ എന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, ഏത് സ്ഥലങ്ങളിലും ഏത് അനുഭവങ്ങളുള്ള ഇതുപോലുള്ള സാഹചര്യങ്ങളുള്ളിടത്തും പോകാൻ ഒരു ദൈവ പൈതല് മടിക്കേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ടതായ ആവശ്യമില്ല. ഹല്ലേലൂയ. ഒരന്ധകാര ശക്തിക്കും അഭിഷേകമുള്ള ഒരു ദൈവ പൈതലിനെ, ദൈവത്തിൻ്റെതായ കൃപ പ്രാപിച്ച ഒരു ദൈവ പൈതലിനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഒരു ദോഷവും ചെയ്യാൻ കഴിയത്തില്ല. അത് വെറും തോന്നലുകൾ മാത്രമാണ്. ഈ പകൽക്കാലം ഈ വചനം സംസാരിക്കുമ്പോൾ മരണഭയം വേട്ടയാടുന്ന കുഞ്ഞുങ്ങളോ മാതാപിതാക്കളോ സഹോദരി സഹോദരന്മാരോ ആരൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് പകൽക്കാലം ഈ വചനത്താൽ യേശു നിങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തട്ടെ, കർത്താവ് വിടുവിക്കട്ടെ എന്ന് ഈ വചനത്തിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചു ദൈവകരങ്ങൾ സമർപ്പിക്കുകയാണ്. ആ മരണഭയം നീങ്ങിപ്പോകണം, ആ മരണഭീതി നീങ്ങിപ്പോകണം. ദൈവത്തിന് സ്തോത്രം. ഈ മരണഭീതിയോട് ചേർന്ന് നമ്മെ ചില പ്രത്യേക അവസരങ്ങളിൽ അലട്ടുന്ന മറ്റൊരു ഭയമുണ്ട്. അതാണ് 3ാമത്തെ ചിന്ത. വേഗത്തിൽ ഞാൻ എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്തുവാൻ കർത്താവിൽ ആഗ്രഹിക്കുക. 91ാമത്തെ സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. അതിന്റെ 5ാമത്തെ വാക്യം വായിക്കാം. ഹല്ലേലൂയ. മതി. രാത്രിയിലെ ഭയം. ഒന്നാമത് നമ്മൾ ചിന്തിച്ചു ശത്രുഭയം, രണ്ടാമത് നമ്മൾ ചിന്തിച്ചു മരണഭയം, 3ാമത്തേതാണ് രാത്രിയിലെ ഭയം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇരുട്ടായി കഴിഞ്ഞാൽ ഒരു ഭയം. ഹല്ലേലൂയ. നമ്മൾ വാങ്ങിച്ച വീട്, നമ്മൾ പാർത്ത വീട്, അല്ലെ നമ്മൾ പാർക്കുന്ന വീട്, പകൽ അന്തിയോളം ആ ഭവനത്തിനകത്തും പുറത്തുമൊക്കെ ചുറ്റിക്കറങ്ങി, ഹല്ലേലൂയ, നമുക്ക് മനസ്സിന് തോന്നിയ ഇടത്തൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞു. ഒരു പക്ഷേ അല്ലെങ്കിൽ അവിടെയൊക്കെ ഇരുന്നപ്പോൾ വേദപുസ്തകം വായിക്കണം തോന്നിയപ്പോൾ വേദപുസ്തകമൊക്കെ വായിച്ച് സ്തോത്രം പറഞ്ഞ് അങ്ങനെ അല്ലെങ്കിൽ നാം വളരെ സന്തോഷത്തോടുകൂടെ പകൽക്കാലങ്ങളിലെ സമയങ്ങൾ ചെലവഴിച്ച ഭവനം, അതിന്റെ പരിസരം രാത്രി ഇരുട്ട് പരന്നു കഴിഞ്ഞപ്പോ ഹല്ലേലൂയ നമുക്കൊരു ഭയം. ഹല്ലേലൂയ. ആ ഭയത്തിന് ഹല്ലേലൂയ കാരണമായൊരു കൂടുതലൊന്നും വേണ്ട. ഒരു ചെറിയ ചലനം എവിടെങ്കിലും ഉണ്ടായാൽ, ചെറിയ ഒരു അനക്കം എവിടെങ്കിലും ഉണ്ടായാൽ
ഏതെങ്കിലും ഒരു സുഷിരത്തിലൂടെ ഒരു വെളിച്ചം അകത്തോട്ട് കയറിയാൽ പിന്നെന്തെന്നില്ലാത്ത കിടുകിടുപ്പും പരവേശവും എന്തെല്ലാം പ്രയാസമാണ്. രാത്രിയിലെ ഭയം. പ്രിയപ്പെട്ടവരെ, ഉറങ്ങാനൊക്കുന്നില്ല. ഹല്ലേലൂയ. വേദപുസ്തകം പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ മാത്രം കയ്യിലെടുക്കുന്ന വ്യക്തി ഒരേ അധ്യായം മുഴുവൻ വായിച്ചു, എന്നിട്ട് ഉറങ്ങാൻ വരുന്നില്ല. ഹല്ലേലൂയ. മരണഭയമല്ല, രാത്രിയിലെ ഭയമാ. ഇതിനു വേണ്ടിയുള്ളതല്ല വേദപുസ്തകം. ഭയം മാറ്റാൻ വേണ്ടി വായിക്കാനുള്ളതല്ല. അത് വായിച്ചാൽ ഭയം മാറുമെന്നുള്ളത് ഒരു ഭാഗം ശരിയാ. ഹല്ലേലൂയ. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, പ്രാർത്ഥിച്ചു നോക്കുന്നു. ഹല്ലേലൂയ. വേദപുസ്തകം വായിച്ചു നോക്കുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ പലത് ചെയ്ത് നോക്കുന്നു. ചിലരാണെങ്കിൽ ആ ബന്ധമില്ലാത്തവരാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ അധികം കുടിച്ചു നോക്കൂ, എന്നാലെങ്കിലും ഉറങ്ങട്ടെ. അതും നടക്കുന്നില്ല. രാത്രിയിലെ ഭയം, പുറത്തിറങ്ങുവാൻ കഴിയാതെ. ഹല്ലേലൂയ. പുറത്ത് ഭയം, അകത്ത് യുദ്ധം എന്ന് പറയുന്നത് പോലെ പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല. ആ നമ്മുടെ വീടിന്റെ അകത്തു തന്നെ ഉള്ള എല്ലാ മുറികളിലും ഒന്ന് ഒറ്റയ്ക്ക് പോകാൻ പോലും നമുക്ക് മടിയാ. പകലൊക്കെ അവിടെ 100 പ്രാവശ്യം കയറി ഇറങ്ങിയാലും നമുക്ക് ഭയമാണ്. പ്രിയരെ, ഇന്ന് പകൽക്കാലം ഈ ഭയത്തിന് മേലൊരു ജയം നമ്മൾ പ്രാപിക്കണം. ഹല്ലേലൂയ. ദൈവം നിനക്ക് തന്ന അവകാശ ഭൂമിയിൽ നീ കാലുകുത്തി ദൈവത്തെ സ്തോത്രം ചെയ്യുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, അതിന്റെ അതിരുകളിലും അതിന്റെ മൂലകളിലും അതിൻ്റെതായ ഭവനത്തിന്റെ ഓരോ ഭാഗങ്ങളിലും യേശുവിന്റെ രക്തം തളിച്ച് കർത്താവിൻ്റെതായ മുദ്രയിട്ടിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ദൂതന്മാരുടെ പരിപാലനം ഇവിടെ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ലെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് വളരെ വസ്തുനിഷ്ഠമായി നമ്മൾ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം അതിന്റെ മേൽ ജയമെടുത്തുകൊണ്ട് വേണം ഓരോ നിമിഷവും നീ പാർക്കുവാൻ. നീ ഒരു ദൈവ പൈതലാണ്, നീ ഒരു സാധാരണക്കാരനല്ലെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. അതുകൊണ്ട് ആ ഭയത്തിന്റെ തിന്മ ഇവിടെ മേൽ ജയമെടുത്തു വേണം ഓരോ നിമിഷവും മുന്നോട്ട് പോകുവാൻ. ദൈവത്തിന് സ്തോത്രം. ആ നിലകളിൽ ആ ഒരു ഭയത്തിന് നമ്മളൊന്ന് കഴുത്തു വണക്കിയാൽ, ആ ഭയത്തിന് നമ്മളൊന്ന് കീഴടങ്ങിയാൽ, അത് നമ്മളെ ചവിട്ടി മെതിച്ചുകൊണ്ടിരിക്കും. അതിന്റെ മേൽ ഹല്ലേലൂയ നമ്മുടേതായ ഭയം വർദ്ധിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ ഭാരം കൂടിക്കൊണ്ടിരിക്കും. അത് പലതരത്തിലുള്ളതായ ബുദ്ധിമുട്ടായിട്ട് അത് മാറുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. ചില സ്ഥലങ്ങളിലൊക്കെ പ്രാർത്ഥനയ്ക്ക് കടന്നു ചെല്ലുമ്പോൾ, പ്രാർത്ഥനയ്ക്കായി മുമ്പോട്ട് ആളുകളൊക്കെ കടന്നു വരുമ്പോൾ അവർ പറയുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും പലരുടെയും ജീവിതത്തിൽ രഹസ്യമായി പറയുന്ന ഒരു പ്രാർത്ഥനാ വിഷയത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞത്. പാസ്റ്റർ, രാത്രി കിടന്നാൽ ഉറക്കം വരത്തില്ല, ഒരു വലിയ ഭയം എന്നെ അങ്ങ് വേട്ടയാടുക. എത്ര ശ്രമിച്ചു, ഞാൻ അറിയാവുന്ന പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചു നോക്കുന്നുണ്ട്, വേദപുസ്തകം മാറി മാറി വായിച്ചു നോക്കുന്നുണ്ട്, 91-ാം സങ്കീർത്തനം പല ആവർത്തി വായിച്ചൊക്കെ നോക്കി, എന്നിട്ടൊന്നും എനിക്ക് അതിന്റെ മേലൊരു ജയം പ്രാപിപ്പാൻ കഴിയുന്നില്ല. ദൈവമക്കളെ, ഹല്ലേലൂയ, അതിനൊരു പ്രത്യേകമായിട്ടുള്ളതായ ഒരൊറ്റമൂലിയുടെ ആവശ്യമില്ല. നീ ആരാണെന്നും അല്ലെങ്കിൽ നീ ആരുടെ വകയാണെന്നും ആരുടെ പരിപാലനത്തിന് കീഴിലാണ് നീയും നിന്റെ ഭവനവും എന്നുള്ളത് ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് കണ്ടുണർന്ന് ഒന്ന് ഉറപ്പുവരുത്തിയാൽ, ദൈവത്തിന് സ്തോത്രം, അതിനുമേ ഭയപ്പെടാൻ ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. നാം ദൈവ പൈതൽ വസിക്കുന്ന ഭവനം ദൈവത്തിന്റെ ഭവനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന ഒരു ഭവനമാണ്. ദൈവത്തിന് സ്തോത്രം, സ്ഥലമാണ്. അങ്ങനെയെങ്കിൽ ഭയപ്പെടാൻ ഒന്നുമില്ല. ആ രാത്രിയിലെ ഭയത്തിന്റെ മേൽ ജയം തരുവാൻ, ജയമെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. രാത്രിയുടെ യാമങ്ങൾ വിശ്രമിപ്പാൻ കഴിയാതെ ഒരുപക്ഷെ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഉറങ്ങി കഴിയുമ്പോൾ ഞെട്ടി ഉണരുന്നത് പോലെ, ആരോ വിളിച്ചുണർത്തുന്നത് പോലെ, പിന്നെ വല്ലാത്തതായ പരിഭ്രാന്തിയും വല്ലാത്തതായ ഭയപ്പെടുന്ന അനുഭവങ്ങളും ആ ഒരു തുടർന്നുള്ള നിദ്രയ്ക്ക് ഭംഗം വന്ന് ആ നിലയിൽ വേദനിക്കുന്ന ഏതെങ്കിലും ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്നെങ്കിൽ, ഈ വചനത്തിന് മേൽ ഇന്ന് പകൽ ജയം തരുവാൻ കഴിയുന്ന സർവശക്തന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നാം ഒരുമിച്ച് ആത്മാവിൽ ജയം പ്രാപിക്കുക. ദൈവത്തിന് സ്തോത്രം. നാം അധിവസിക്കുന്ന ഭവനം, ദൈവം നമുക്ക് തന്ന നന്മ, അതേത് സമയത്തും ദൈവത്തിന്റെ പരിപാലനത്തിന് കീഴിലുള്ളതാ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മേൽ ശത്രുവിന് ദൃഷ്ടി വെക്കാൻ കഴിയാതിരിക്കുന്നത് പോലെ ഇയ്യോബിനും അവന്റെ ഭവനത്തിനുള്ളതിനും വേലി കെട്ടി സൂക്ഷിക്കുന്നത് പകൽക്കാലം മാത്രമല്ല, രാത്രി കാലങ്ങളിലും എന്നെയും എനിക്കുള്ളതിനെയും പരിപാലിക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തന. പ്രവചന പുസ്തകങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ അതിന് ചുറ്റും, പറയാമോ,
തീമതിലായിരിക്കും, തീമതിലായിരിക്കും. ദൈവമൈതലേ, ഹല്ലേലൂയ. എന്റെ ഭവനത്തിന്, എനിക്ക് ചുറ്റും, എനിക്കുള്ളതിന് ചുറ്റും തീമതിലായിരിക്കുമെന്ന് പറഞ്ഞ കർത്താവിന്റെ വാക്ക് ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ എനിക്ക് യാതൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല, എനിക്ക് യാതൊന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നാലാമത്തെ ഭയത്തോടെ പറഞ്ഞ് വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. നാലാമത്തെ ഭയം 18 ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യവും 4-ാമത്തെ വാക്യവും ദൈവസന്നിധിയിൽ നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 2-ാം വാക്യം ആദ്യം വായിക്കാം, വീണ്ടും 4-ാമത്തെ വാക്യം. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്തൊരു മനുഷ്യൻ. വീണ്ടും 4-ാം വാക്യം വായിച്ചേ. അവിടെ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നത്, ഹല്ലേലൂയ, അവൻ ദൈവത്തെ ഭയമില്ലാത്തവനാ. 4-ാമത്തെ ഭയം എന്ന് പറയുന്നത് ദൈവഭയമാണ്. ആ മനുഷ്യൻ ഇല്ലാതിരുന്നു, പക്ഷേ നമുക്ക് വേണ്ടത് ഒന്നാ. ദൈവത്തിന് സ്തോത്രം. അതിനോട് ചേർന്ന് ഒരു വാക്യം കൂടെ ശ്രദ്ധിക്കൂ. 112-ാമത്തെ സങ്കീർത്തനത്തിന്റെ ആരംഭത്തിലെ വാക്യം നമുക്ക് പരിചിതമാണല്ലോ. 112-ാം സങ്കീർത്തനം ആരംഭവാക്യം വായിച്ച്. യഹോവയെ സ്തുതിപ്പീൻ. അടുത്ത വാചകം, യഹോവയെ ഭയപ്പെട്ട. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തെ ഭയമില്ലാത്ത, അല്ലെങ്കിൽ മനുഷ്യനെ ശങ്കയില്ലാത്ത ഒത്തിരി ആളുകളുള്ള ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്. എന്നാൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ദൈവത്തെ നാം ഭയപ്പെടുന്നവരായിരിക്കണം. അല്ലെ, ദൈവത്തെ ഭയപ്പെടുന്നവന്, അല്ലെ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, ഈ ആരംഭത്തിൽ പറഞ്ഞ 3 ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തെ ഭയം കുറയുമ്പോഴാണ് ഹല്ലേലൂയ ശത്രുവിനെ നമ്മൾ ഭയക്കുന്നത്, മരണത്തെ നാം ഭയക്കുന്നത്, അല്ലെ രാത്രിയിലെ ഭയത്തെ ഹല്ലേലൂയ നമ്മൾ പേടിക്കുന്നത്. ദൈവത്തോടുള്ള ഭയം കുറയുന്നത് കൊണ്ട്. എന്നാൽ ദൈവത്തെ ഭയപ്പെടാമോ? ദൈവത്തെ ഭയപ്പെടുന്ന, അല്ലെ ദൈവത്തിന്റെ ജനത്തിന്, അല്ലെ നന്മ വരാനിടയായിത്തരും, അവന് വിടുതൽ വരാനിടയായിത്തരും. ദൈവത്തിന് സ്തോത്രം. ഈ മനുഷ്യനെ കുറിച്ച് പറയുന്നത്, അവന് ദൈവത്തെ ഭയമില്ല, മനുഷ്യനെ ശങ്കയുമില്ല. ഒരുപക്ഷെ അങ്ങനെ ജീവിച്ചതായ ഒരു ജീവിത പശ്ചാത്തലമോ ഒരു ജീവിതത്തിന്റെ ചുറ്റുപാടുകളോ സാഹചര്യങ്ങളോ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായെന്നിരിക്കാം. എന്നാൽ കൃപയാൽ ഈ ദൈവത്തെ അറിയാനിടയായതുകൊണ്ട്, ഈ ദൈവത്തെ സേവിപ്പാനിടയായതുകൊണ്ട്, ഈ ദൈവത്തെ പിൻപറ്റാനിടയായതുകൊണ്ട് നമുക്ക് ദൈവകൃപയിൽ വരാനിടയായി, ദൈവത്തെ സ്നേഹിപ്പാനിടയായി, ദൈവത്തിൻ്റെതായ മക്കളായി തീരുവാനിടയായി. അതുകൊണ്ട് ഇന്ന് നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നവരുടെ കൂട്ടത്തിലായതുകൊണ്ട് നമുക്ക് മറ്റൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല, മറ്റൊന്നിനെയും നമുക്ക് ഹല്ലേലൂയ ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ ഒരു ചോദ്യം നമ്മോട് തന്നെ ഒന്ന് ചോദിച്ച് ഈ പകൽക്കാലം നമുക്ക് തലവണക്കാൻ കഴിയുമോ? ഞാൻ ഇന്ന് പകൽ ആരെയാ ഭയപ്പെടുന്നേ? ഒരാളെ ഭയപ്പെട്ടാൽ മറ്റു 3 ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. എന്നാൽ ഞാൻ ഒരാളെ ഭയപ്പെടുന്നില്ലെങ്കിൽ ഈ 3 ഭയപ്പെട്ടേ പറ്റുള്ളൂ. ശത്രുവിനെ ഞാൻ ഭയപ്പെട്ടേ പറ്റുള്ളൂ. ദൈവമക്കളെ, ശത്രുവിനെ ഭയപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് വിശദീകരിക്കാൻ ഒത്തിരി ഉണ്ട്. നമ്മൾ ദൈവമക്കളായതുകൊണ്ട് നമുക്ക് വലിയ ഭയമില്ല. എന്നാൽ ഇന്ന് ലോകത്തിലുള്ള പല മനുഷ്യരെയും ശ്രദ്ധിച്ചാൽ അവർക്ക് ഒറ്റയ്ക്ക് പോകാൻ പലയിടങ്ങളിലും ഭയമാണ്. കാരണം അവർക്ക് എതിരികൾ ഒരുപാടുണ്ട്, വൈരികൾ ഒരുപാടുണ്ട്. ഏത് നിലയിലും തകർത്ത് കളയുവാൻ പതിയിരിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അവരെ ചതിയിൽ അകപ്പെടുത്തി അവരെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഒരു പക്ഷേ രാത്രി ഒരു സമയം കഴിഞ്ഞാൽ അവർക്ക് പോകാൻ ഭയമാ. കാരണം ഏതെങ്കിലും നിലയിൽ അവരെ അപായപ്പെടുത്തുമോ എന്നുള്ള ശത്രുവിനെ കുറിച്ചുള്ളതായ ഭയം. കൃപയാൽ ആ ഒരു ഭയം ആ നിലകളിൽ നമുക്കില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മുടെ എതിരി എന്ന് പറയുന്നത്, എതിരാളി എന്ന് പറയുന്നത്, വൈരി എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു വ്യക്തിയായി പലപ്പോഴും തോന്നുന്നില്ല എങ്കിൽ പോലും ഹല്ലേലൂയ ആത്മീക അനുഭവങ്ങളിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ നമ്മുടെ വൈരിയും നമ്മുടെ ശത്രുവും എന്ന് പറയുന്നത് നമ്മുടെ എതിരാളിയായ പിശാചും അവന്റെ ദൂതസേനകളുമാണ്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ മേല് നമ്മൾ ഭയക്കുന്നതിന്റെ കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഭയമില്ലാത്തത് കൊണ്ട്. മരണത്തെ നമ്മൾ ഭയക്കുന്നത് ദൈവത്തെ ഭയമില്ലാത്തത് കൊണ്ട്. രാത്രിയിലെ ഭയത്തെ നമ്മൾ ഭയക്കുന്നത് ദൈവത്തെ ഭയമില്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒന്നുകൂടെ അതിന്റെ മുമ്പിൽ നമുക്ക് ഒരു മറുപടി പറയാൻ കഴിയട്ടെ. ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നെങ്കിൽ എനിക്ക് ഒന്നിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തോടുള്ള ഭയം കുറയുമ്പോഴാണ് ഞാൻ മറ്റുള്ളതിനെ ഭയക്കുന്നത്. ആകയാൽ പ്രിയ വിശ്വാസികളെ, ദൈവമക്കളെ, നമുക്ക് ദൈവത്തെ ഭയപ്പെടാം, യഹോവയെ ഭയപ്പെടാം. ഹല്ലേലൂയ. ആ കർത്താവ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആവർത്തിച്ച് ഒത്തിരി ഭാഗങ്ങളിൽ എടുത്തു പറയാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അതിനെ മുതിരുന്നില്ല. പല ഭാഗങ്ങളിലും ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട,
ഞാൻ നിങ്ങളുടെ ദൈവമാ. ഭയവികുലരായി നിൽക്കുന്ന ശിഷ്യന്മാരുടെ നടുവിലേക്ക് ഉയർത്തെഴുന്നേറ്റ തേജോമയനായ കർത്താവ് വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടും പറയുന്നത്, അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം, ഭയപ്പെടേണ്ട. കർത്താവിന് പറയാൻ, ദൈവത്തിന് പറയാൻ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുള്ള സന്ദേശം ഇതാണ്: നിങ്ങൾ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടൂ, നിങ്ങൾ മറ്റൊന്നിനെയും ഭയപ്പെടേണ്ട. ദൈവത്തെ ഭയപ്പെടൂ, മറ്റൊന്നിനെയും മറ്റാരെയും നീ ഭയപ്പെടേണ്ട. ഒരു ശത്രുവിനെ നീ ഭയപ്പെടേണ്ട, ഒരു മരണത്തെ നീ ഭയപ്പെടേണ്ട, ഒരു രാത്രിയിലെ ഭയത്തെയും നീ പേടിക്കേണ്ടതായ ആവശ്യമില്ല. ദൈവത്തെ മാത്രം ഭയപ്പെട്ടാൽ മതി, അവനെ മാത്രം വണങ്ങിയാൽ മതി, അവനെ മാത്രം നമസ്കരിച്ചാൽ മതി, അവനെ മാത്രം ആരാധിച്ചാൽ മതി. ആ ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ ഇന്നലകളിൽ ദൈവം നമുക്ക് കൃപ ചെയ്തു. ഇന്നും അതേ അനുഭവത്തിൽ ആ ജീവിതം നയിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഭയം കുറയുമ്പോഴാണ് മറ്റുള്ള ഭയം നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരുന്നത്. ആരുടെയെങ്കിലും ജീവിതത്തിൽ ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ച ഈ 3 ഭയങ്ങൾ ഉയർന്നു നിൽക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ജയം പ്രാപിച്ചുകൊണ്ട് വേണം ഇവിടെ നിന്ന് എഴുന്നേൽക്കാൻ. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന വേളകളിൽ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഇന്ന് പകൽ ഒരു ജയം ഞാൻ ആഗ്രഹിക്കുക, ഒരു വിടുതൽ ഞാൻ ആഗ്രഹിക്കുക, ഒരു ആശ്വാസം ഞാൻ ആഗ്രഹിക്കുക. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയട്ടെ, എല്ലാ തലകളും ദൈവസന്നിധിയിൽ വണങ്ങട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു താതനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. അടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. പകരം എന്തു നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു താതന. പകരം എന്തു നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു താതന. മൊഴിയിൽ കേട്ടു രക്ഷയിൻ ശബ്ദത്തെ, വിടുതൽ നൽകും നിൻ വചനത്തെ. പകരം എന്തു നൽകും ഞാനിനി, ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി. പകരം എന്തോ നൽകും ഞാനിനി, ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുദ്ധം, അത്ഭുതമാ നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. പകരം എന്തു നൽകും ഞാനിനി, നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ. പകരം എന്തു നൽകും ഞാനിനി, നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകും
ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായും ദൈവമഹത്വം നമ്മുടെ മേൽ വെളിപ്പെടേണ്ടതിന് കർത്താവ് നമ്മോട് ഇടപെടേണ്ടതിന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിയാൽ നാം അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.